2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നപ്പോൾ കേരളത്തിൽ ഏറ്റവും അധികം നേട്ടമുണ്ടാക്കിയ കേരള കോൺഗ്രസ് വിഭാഗം എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗമായിരുന്നു. അല്ലെങ്കിൽ ജോസ് കെ മാണി നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസ് എം ആയിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് UDFുമായുള്ള പതിറ്റാണ്ടുകളുടെ ബന്ധം ഉപേക്ഷിച്ച് ജോസും കൂട്ടരും ഇടതുമുന്നണിയിലേക്ക് ചേക്കേറിയത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയിൽ നിന്ന് ജോസ് കെ മാണി വിഭാഗത്തിന് 12 സീറ്റുകൾ അനുവദിച്ചു കിട്ടി. അതിൽ 5 സീറ്റുകളിലും വിജയിച്ചു കയറുവാൻ അവർക്ക് സാധിച്ചിരുന്നു. പാർട്ടി ചെയർമാനായ ജോസ് കെ മാണിക്ക് പാലായിൽ കനത്ത പരാജയമുണ്ടായത് മാത്രമായിരുന്നു പാർട്ടിക്ക് ആ തെരഞ്ഞെടുപ്പിലേറ്റ ഏറ്റവും വലിയ ആഘാതം എന്ന് പറയാൻ പറ്റുന്ന സംഭവം. ഏതൊക്കെയാണെങ്കിലും സീറ്റുകളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിലും വോട്ട് ഷെയറുകളുടെ കാര്യത്തിലും മറ്റ് കേരള കോൺഗ്രസ് വിഭാഗങ്ങളെക്കാൾ ബഹുദൂരം മുന്നിലെത്തുവാൻ 2021 ജോസ് കെ മാണി വിഭാഗത്തിന് സാധിച്ചിരുന്നു. എന്നാൽ 2026 ആകുമ്പോഴേക്കും മാണി ഗ്രൂപ്പിൻ്റെ നില പരുങ്ങല്ലാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം വോട്ടെടുപ്പിന് ശേഷം പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത് മാണി ഗ്രൂപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം നേരിടുമെന്നാണ്. 5 സിറ്റിംഗ് സീറ്റുകളിൽ പോലും 3 സ്ഥലങ്ങളിൽ മാത്രമാണ് നേരിയൊരു വിജയസാധ്യത അല്ലെങ്കിൽ നേരിയൊരു ജയസാധ്യത പാർട്ടിക്ക് നിലകൊള്ളുന്നത് എന്നാണ് അറിയുവാൻ കഴിയുന്നത്. പുറത്തു വന്നിട്ടുള്ള ഭൂരിപക്ഷം അഭിപ്രായ സർവേ ഫലങ്ങളും പാർട്ടി ചെയർമാനായ ജോസ് കെ മാണിയും പാർട്ടി മന്ത്രിയായ റോഷി അഗസ്റ്റിനും പരാജയപ്പെടും എന്ന വിലയിരുത്തലുകളും പങ്കുവച്ചിട്ടുണ്ട്. ജോസ് കെ മാണിയെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പുറത്തു വന്ന സർവേകളിൽ അദ്ദേഹത്തിന് നേരിയൊരാശ്വാസമെങ്കിലും നൽകിയത് മറുനാടൻ മലയാളിയുടെ പ്രീപോൾ സർവേ ഫലങ്ങളായിരുന്നു. മറുനാടൻ മലയാളിയുടെ പ്രീപോൾ സർവേ ഫലങ്ങളനുസരിച്ച് പാലാ നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായ മാണി സി കാപ്പന് മേൽ 1% വോട്ടിൻ്റെ നേരിയ ആധിപത്യം ജോസ് കെ മാണിക്കുണ്ട് എന്നാണ് വിലയിരുത്തിയിരുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് മറുനാടൻ മലയാളി സ്വന്തം സർവേയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പാലായിൽ ജോസ് കെ മാണിക്ക് വിജയസാധ്യത ഇല്ല എന്ന വിലയിരുത്തലിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഏപ്രിൽ 18 മറുനാടൻ ചാനലിൻ്റെ ചീഫ് എഡിറ്ററായ ഷാജൻ സ്കറിയ പങ്കുവച്ച വീഡിയോയിലാണ് ജോസ് കെ മാണിക്ക് പാലായിൽ വിജയസാധ്യതയില്ല എന്നും മാണി സി കാപ്പൻ ഇവിടെ കംഫർട്ടബിൾ ആയിട്ടുള്ള വിജയം ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നും അതുപോലെ തന്നെ ജോസ് കെ മാണി ഷോൺ ജോർജുമായി 2ാം സ്ഥാനത്തിന് കടുത്ത പോരാട്ടം നേരിടുകയാണെന്നുള്ള വിലയിരുത്തലാണ് ഷാജൻ സ്കറിയ പങ്കുവച്ചത്. ഷാജൻ സ്കറിയ പാലാ നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിന് ശേഷം നടത്തിയ വിലയിരുത്തലിൽ പറയുന്നത് എന്താണ് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. തിരുവല്ലയിലും പാലായിലും പൂഞ്ഞാറിലും ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. പാലായിലെ ത്രികോണ മത്സരത്തിൽ അവസാനം മുൻപിലെത്തിയിരിക്കുന്നത് മാണി സി കാപ്പനാണെന്നാണ് റിപ്പോർട്ടുകൾ. ഷോൺ ജോർജും ജോസ് കെ മാണിയും തമ്മിലാണ് 2ാം സ്ഥാനത്തിന് വേണ്ടി മത്സരം നടക്കുന്നത്. പൂഞ്ഞാറിലെ സ്ഥിതി വ്യത്യസ്തമാണ്. പൂഞ്ഞാറിലെ സിറ്റിംഗ് MLA ആയ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടെന്നും UDF സ്ഥാനാർത്ഥി സെബാസ്റ്റ്യനും BJP സ്ഥാനാർത്ഥി PC ജോർജും തമ്മിലാണ് വിജയത്തിന് വേണ്ടി മത്സരിക്കുന്നത് എന്നുമാണ് അവസാനത്തെ ഗ്രൗണ്ട് റിപ്പോർട്ട്. ജോസ് കെ മാണിയുടെ മാത്രം പരാജയമല്ല ഷാജൻ സ്കറിയ പ്രവചിക്കുന്നത്. പാർട്ടി മന്ത്രിയായ റോഷി അഗസ്റ്റിൻ ഇടുക്കിയിൽ ദയനീയമായി പരാജയപ്പെടും എന്ന പ്രവചനം കൂടി ഷാജൻ സ്കറിയ ഇവിടെ പങ്കുവെക്കുന്നുണ്ട്. പ്രധാനമായും ജോസ് കെ മാണിയും റോഷി അഗസ്റ്റിനും പരാജയപ്പെടുന്നതോടെ കനത്ത തിരിച്ചടിയേൽക്കുന്ന കേരള കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഒരു പിളർപ്പുണ്ടാകുവാനുള്ള സാധ്യതകളും ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ തള്ളിക്കളയുന്നില്ല. ഏറെക്കാലമായി റോഷിയും ജോസും തമ്മിൽ പാർട്ടിക്കുള്ളിൽ ശക്തമായ ശീതസമരം നിലനിൽക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് ഏറെക്കുറെ 1 മാസം മുമ്പ് ഇടതുമുന്നണിയുമായുള്ള ബന്ധം വിച്ഛേദിച്ച് UDFിൻ്റെ ഭാഗമാകുവാൻ ജോസ് കെ മാണി ചില നീക്കങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ സഹ MLAമാരായിട്ടുള്ള കാഞ്ഞിരപ്പള്ളി MLA N ജയരാജിനെയും അതുപോലെ തന്നെ റാന്നി MLA പ്രമോദ് നാരായണനെയും കൂട്ടുപിടിച്ച് റോഷി അഗസ്റ്റിൻ CPMനൊപ്പം നിന്നപ്പോൾ പാർട്ടി പിളരുക എന്ന ദൗർഭാഗ്യം ഒഴിവാക്കുന്നതിന് വേണ്ടി ഗത്യന്തരമില്ലാതെ ജോസ് കെ മാണി ഇടതുമുന്നണിയിൽ തുടരുകയായിരുന്നു. അതിനാൽ തന്നെ റോഷി ജോസ് വിഭാഗങ്ങൾക്കിടയിൽ പാർട്ടിക്കുള്ളിൽ വലിയ രീതിയിലുള്ള സ്പർദ്ധ വളർന്നു വന്നിരുന്നു. ഈ 2 വിഭാഗങ്ങൾ പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പരസ്പരം പാലായിലും ഇടുക്കിയിലും കാലുവാരി എന്ന റിപ്പോർട്ടുകളും ഈ ഘട്ടത്തിൽ രാഷ്ട്രീയ വൃത്തങ്ങൾ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതായത് ജോസ് പരാജയപ്പെടുന്ന സാഹചര്യത്തിൽ റോഷി വിജയിക്കരുതെന്ന് ജോസ് കെ മാണിയെ അനുകൂലിക്കുന്നവരും റോഷി പരാജയപ്പെടുന്ന സാഹചര്യത്തിൽ ജോസ് വിജയിക്കരുതെന്ന് ജോസ് കെ മാണിയെ അനുകൂലിക്കുന്നവരും ആഗ്രഹിച്ചിരുന്നു. ഇതിൻ്റെ പരിണത ഫലമായിട്ടാണ് ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനെ ജോസ് അനുകൂലികൾ കാലുവാരിയപ്പോൾ പാലായിൽ ജോസ് കെ മാണിയെ റോഷി അനുകൂലികൾ കാലുവാരിയത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ നിലനിൽക്കുമ്പോൾ പാലായിലും ഇടുക്കിയിലും മാത്രം ഒതുങ്ങുന്നതാവില്ല മാണി ഗ്രൂപ്പിനുള്ള കനത്ത പരാജയങ്ങൾ എന്നും മറുനാടൻ മലയാളി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. പാലായുടെ സമീപ മണ്ഡലമായ പൂഞ്ഞാറിൽ 2021 വിജയിച്ചു കയറിയത് ജോസ് കെ മാണിയുടെ പ്രതിനിധിയായ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കലായിരുന്നു. എന്നാൽ 2026 നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വരുമ്പോൾ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുവാനുള്ള സാധ്യതകളാണ് മറുനാടൻ മലയാളി തന്നെ വിവരിക്കുന്നത്. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ 3ാം
സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്നും ഇവിടെ PC ജോർജും കോൺഗ്രസ് നേതാവായിട്ടുള്ള അഡ്വക്കേറ്റ് സജി ജോസഫും തമ്മിലാണ് പ്രധാന മത്സരം നടക്കുന്നതെന്നും പൂഞ്ഞാറിൽ കൃത്യമായ ഒരു എഡ്ജ് UDF സ്ഥാനാർത്ഥിക്ക് ഇപ്പോൾ ഉണ്ട് എന്നുമാണ് മറുനാടൻ ഏപ്രിൽ 18-ാം തീയതി നടത്തിയ വീഡിയോയിലൂടെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ മാണി ഗ്രൂപ്പിന് നേരിയ തോതിലെങ്കിലും പ്രതീക്ഷയ്ക്ക് അർപ്പിക്കുവാൻ കഴിയുന്നത് 3 സീറ്റുകളിൽ മാത്രമാണ്. അതിൽ ഏറ്റവും അധികം പ്രതീക്ഷ അവർ അർപ്പിക്കുന്നത് കാഞ്ഞിരപ്പള്ളി സീറ്റിലാണ്. കാഞ്ഞിരപ്പള്ളി സീറ്റിൽ പ്രൊഫസർ N ജയരാജ് എന്ന ചീഫ് വിപ്പിന് കൃത്യമായ ഒരു മേൽക്കൈ ഉണ്ട് എന്ന് വിവിധ സർവേകൾ അഭിപ്രായപ്പെട്ടിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടം എത്തിയപ്പോഴേക്കും കാഞ്ഞിരപ്പള്ളിയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു എന്ന ഗ്രൗണ്ട് റിപ്പോർട്ടുകളും ഇപ്പോൾ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ നേരിയ പ്രതീക്ഷ പാർട്ടി വെച്ചു പുലർത്തുന്നത് റാന്നി ചങ്ങനാശ്ശേരി സീറ്റുകളിലാണ്. ഈ 2 സീറ്റുകളിലും മത്സരം പ്രവചനാതീതമാണെന്നാണ് ഭൂരിഭാഗം റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. എന്നിരുന്നാൽ പോലും മാണി ഗ്രൂപ്പിന് വലിയ പ്രതീക്ഷ നൽകുവാൻ ഇടയില്ലാത്ത വിധം ഈ 2 സീറ്റുകളിലും നേരിയൊരു മേൽക്കൈ UDF സ്ഥാനാർത്ഥികൾക്കുണ്ട് എന്നാണ് ബഹുഭൂരിപക്ഷം സർവേ റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നത്. ജോസ് കെ മാണിയെ സംബന്ധിച്ച് പാർട്ടിക്കുണ്ടാകുന്ന കനത്ത പരാജയം മാത്രമല്ല അവർക്ക് വെല്ലുവിളിയാകുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ PJ ജോസഫ് വിഭാഗം ഉണ്ടാക്കുവാൻ പോകുന്ന നേട്ടം പാർട്ടി അണികളെ കൂട്ടത്തോടെ ജോസഫ് വിഭാഗത്തിലേക്ക് എത്തിക്കുവാൻ പ്രേരിപ്പിക്കുമെന്ന ആശങ്കയും മാണി ഗ്രൂപ്പ് നേതാക്കൾക്കിടയിൽ ശക്തമായി നിലനിൽക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ PJ ജോസഫ് വിഭാഗത്തിൽ നിന്ന് കോൺഗ്രസ് 2 സീറ്റുകൾ ഏറ്റെടുത്തിരുന്നു. എന്നിരുന്നാൽ പോലും ജോസഫ് വിഭാഗം മത്സരിക്കുന്ന 8 സീറ്റുകളിൽ 6 ഏറെക്കുറെ അവർ വിജയമുറപ്പിച്ചിട്ടുണ്ട്. ചങ്ങനാശ്ശേരിയിൽ കൂടി വിജയമുറപ്പിക്കുവാൻ സാധിച്ചാൽ 8-ൽ 7 നേടുന്ന ഒരു സാഹചര്യത്തിലേക്കായിരിക്കും ജോസഫ് ഗ്രൂപ്പ് എത്തുക. അങ്ങനെ സംഭവിച്ചാൽ ഒരുപക്ഷെ ജോസഫ് ഗ്രൂപ്പിന് 2 മന്ത്രിമാരെ പോലും വരാനിരിക്കുന്ന UDF മന്ത്രിസഭയിൽ ലഭിക്കുവാനുള്ള സാഹചര്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. PJ ജോസഫ് വിരമിച്ച സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി അദ്ദേഹത്തിൻ്റെ മകൻ അബു ജോൺ ജോസഫ് കൂടി പാർട്ടിയിലെ നേതൃസ്ഥാനത്തേക്ക് കടന്നു വരുന്നതും മോൻസ് ജോസഫ് മന്ത്രിയായിക്കൊണ്ട് ശക്തമായ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതുമെല്ലാം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് നേതാക്കളെ സംബന്ധിച്ച് തങ്ങളുടെ പാർട്ടിക്ക് കനത്ത തിരിച്ചടിയാകുമെന്നുള്ള തിരിച്ചറിവ് ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. 2026-ൽ UDFിൻ്റെ നേതൃത്വത്തിൽ ഒരു സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ പ്രധാനമായും UDF അനുഭാവ സ്വഭാവം നിലനിർത്തുന്ന കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ അണികൾ കൂട്ടത്തോടെ ജോസഫ് ഗ്രൂപ്പിലേക്ക് എത്തിച്ചേരുവാനുള്ള സാധ്യതകൾ ഇതിനാൽ തന്നെ തള്ളിക്കളയുവാൻ കഴിയില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും വ്യക്തമാക്കുന്നത്. ഇനി ഇടതുമുന്നണിയുടെ ഭാഗമായി ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ജോസ് കെ മാണി വിഭാഗത്തിൽ മാത്രമാവില്ല കേരള കോൺഗ്രസിൽ തിരിച്ചടി നൽകുന്നത്. കേരള കോൺഗ്രസ് ബാലകൃഷ്ണപിള്ള ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയായ ഗണേഷ് കുമാർ കടുത്ത മത്സരമാണ് ജ്യോതികുമാർ ചാമക്കാലയിൽ നിന്ന് നേരിടുന്നത്. ഉമ്മൻചാണ്ടി ഫാക്ടർ പത്തനാപുരത്ത് വർക്ക് ചെയ്താൽ ഗണേഷ് കുമാറും പരാജയപ്പെടും എന്ന് തന്നെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി 2ാം പിണറായി സർക്കാരിൽ അംഗമായിരുന്ന മന്ത്രി ആന്റണി രാജു അയോഗ്യനായതോടുകൂടി അവർക്കുണ്ടായിരുന്ന ഏക സീറ്റ് നഷ്ടപ്പെടുന്ന സാഹചര്യവും ഉണ്ടായി. അങ്ങനെയൊക്കെ വിലയിരുത്തുമ്പോൾ പൊതുവിൽ 1-2 MLA-മാരെ ജയിപ്പിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇടതുമുന്നണിയുടെ ഭാഗമായി നിലനിൽക്കുന്ന കേരള കോൺഗ്രസ് ഗ്രൂപ്പുകൾ ഏറെക്കുറെ എല്ലാം തന്നെ രാഷ്ട്രീയ അസ്തിത്വത്തിന് വലിയ വെല്ലുവിളി നേരിട്ടുകൊണ്ട് ഒരു തകർച്ചയെ അഭിമുഖീകരിക്കും എന്ന കാര്യത്തിലും തർക്കമില്ല. ജോസ് കെ മാണിയുടെ ഭാവിയെക്കുറിച്ചും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ ഭാവിയെക്കുറിച്ചുമുള്ള മറുനാടൻ മലയാളി ഉൾപ്പെടെയുള്ള ചാനലുകളുടെ വിശകലനങ്ങളെയും വിലയിരുത്തലുകളെയും ആധാരമാക്കിക്കൊണ്ടുള്ള എൻ്റെ നിരീക്ഷണങ്ങൾ പ്രേക്ഷകർക്കായി സമർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.